നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച ഹാസ്യ നടന്മാരിൽ ഒരാളാണ് സലീം കുമാർ. ഇപ്പോഴും ഓർത്തു ചിരിക്കാൻ എത്ര കഥാപാത്രങ്ങളെയാണ് സലീം കുമാർ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴിതാ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സലീം കുമാർ വെന്റിലേറ്ററിൽ. എത്രയെത്ര ചിത്രങ്ങളിലാണ് പ്രേക്ഷകരെ കുടുകുടെ ചിരിപ്പിച്ചിട്ടുള്ളത്. ഇന്നും സിനിമയിൽ സജീവമായ സലീം കുമാർ ഇടക്കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങളാൽ വലഞ്ഞ ആളായിരുന്നു. ഇപ്പോൾ വീണ്ടും പൂർണ്ണാവസ്ഥയിൽ എത്തി സിനിമകളിൽ സജീവമായി തുടങ്ങിയിരുന്നു അദ്ദേഹം. കരൾ രോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന ആളായിരുന്നു അദ്ദേഹം. കരൾ രോഗത്തിന് ചികിത്സയിൽ കഴിയവേ നിരവധി പാരമ്പര്യ വൈദ്യന്മാരിൽ നിന്നുണ്ടായ തിക്ത അനുഭവങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അതേസമയം മദ്യപാനം കൊണ്ടാണ് അദ്ദേഹത്തിന് അസുഖം വന്നത് എന്ന് പറയുന്ന ആളുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ ഇതേക്കുറിച്ചും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. തനിക്ക് ലിവർ സിറോസിസ് എന്ന രോഗം വന്നത് മദ്യപാനം കൊണ്ടല്ല എന്നും അത് പാരമ്പര്യമായി കിട്ടിയ അസുഖമായിരുന്നുവെന്നുമാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. ഒരു ചായ പോലും കുടിക്കാത്ത തന്റെ സഹോദരനും ഇതേ അസുഖമായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. കരൾ രോഗം മൂർച്ഛിച്ചത് കാരണം ലിവർ ട്രാൻസ്പ്ലാന്റേഷനും സലീം കുമാർ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈലും ആ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാകാം അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യവും രൂപവും അങ്ങനെ ഇരിക്കുന്നത്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് ഇല്ല എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. മിമിക്രിയിലൂടെ മലയാള സിനിമാ രംഗത്തേക്ക് ചുവടുവെച്ച നടനാണ് സലീം കുമാർ. ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര ലോകത്ത് തന്റേതായ സ്ഥാനം ഉറപ്പിച്ച താരം. ഹാസ്യ കഥാപാത്രങ്ങളെ മാത്രമല്ല സ്ട്രോങ് ആയ കഥാപാത്രങ്ങളും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച നടനാണ് അദ്ദേഹം. ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീടെന്ന ചിത്രത്തിലെ നായക കഥാപാത്രം സലീം കുമാറിന്റെ അഭിനയശേഷി എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ്. സന്ദേശം എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് സലീം കുമാർ മലയാള സിനിമയിലേക്ക് ചുവടുവെക്കുന്നത്. തുടർന്ന് ഇഷ്ടമാണ് നൂറുവട്ടം, മന്നാടിയാർ പെണ്ണിന് ചെങ്കോട്ട ചെക്കൻ, അടുക്കള രഹസ്യം, അങ്ങാടിപ്പാട്ട്, ന്യൂസ് പേപ്പർ ബോയ്, മൈ ഡിയർ കുട്ടിച്ചാത്തൻ, മന്ത്രി കൊച്ചമ്മ, ഗ്രാമപഞ്ചായത്ത്, കിന്നാരത്തുമ്പികൾ തുടങ്ങി നിരവധി സിനിമകളിൽ തുടക്കകാലത്ത് അഭിനയിച്ച സലീം കുമാർ പിന്നീട് കല്യാണരാമൻ, പട്ടണത്തിൽ സുന്ദരൻ, ഈ പറക്കും തളിക തുടങ്ങി ചിരിയുടെ മാലപ്പടക്കം തന്നെ തീർത്ത സിനിമകളിൽ അഭിനയിച്ചു. ഈ ചിത്രത്തിലെ അഭിനയത്തിന് കേരള സർക്കാരിന്റെ രണ്ടാമത്തെ മികച്ച നടനുള്ള പുരസ്കാരം സലീം കുമാറിന് ലഭിച്ചിരുന്നു. 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സ്വന്തമാക്കിയ നടൻ ഇപ്പോൾ അഭിനയ ലോകത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ചാനൽ പരിപാടികളിലെല്ലാം സജീവമായ സലീം കുമാറിന്റെ മകൻ ചന്തുവും ഇപ്പോൾ സിനിമാ രംഗത്ത് സജീവമാണ്. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.